ഹലോ ഫ്രണ്ട്സ്, സുസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് മൂന്നാറിലേക്കൊരു യാത്ര പോവുകയാണ്. മൂന്നാറിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിവിടെ കാണുന്നത്. മൂന്നാറിൽ മാത്രം കാണാൻ പറ്റുന്ന പലതരം ചെടികളും മരങ്ങളും മറ്റും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നിവിടെ വഴിയിലൊക്കെ തിരക്ക് വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഗ്യാപ്പ് റോഡിലൂടെയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിന്നക്കനാലാണ്. ഇവിടെ നോക്കിയാൽ മൂന്നാറിലുള്ള പല റിസോർട്ടുകളും ഹോട്ടലുകളും കാണാൻ പറ്റും. എത്ര ബ്യൂട്ടിഫുൾ ആല്ലേ! വലിയ മലകളും കുന്നുകളും ഡീപ് വാലീസും. ഞങ്ങൾ താമസിച്ചത് ചിന്നക്കനാലിലുള്ള ജോയിസ് റിസോർട്ടിലാണ്. ആ റിസോർട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് നിങ്ങൾ കാണുന്നത്. വശ്യസുന്ദരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ഞങ്ങളുടെ കാർ നീങ്ങുന്നത്. മൂന്നാറിന്റെ തനതായ ഒരു ഭംഗി തന്നെയാണ് ഈ തേയിലത്തോട്ടങ്ങൾ. ജോയിസ് റിസോർട്ടിലെത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഹോട്ടലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യൂ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഈ റിസോർട്ടിന്റെ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. ഇത് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ്. റൈറ്റ് സൈഡിൽ തന്നെയാണ്, ഗ്യാപ്പ് റോഡിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. വളരെ ശാന്ത സുന്ദരമായി കിടക്കുന്ന ഒരു വഴിയാണിത്. എത്ര ഭംഗിയാണല്ലേ! ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. വൗ! ഇവിടെ വന്ന് സൺറൈസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതിനായിട്ടാണ് ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത് ഈ റിസോർട്ടിൽ. ഇതിന്റെ അടുത്തായിട്ടാണ് പെരിയകനാൽ വാട്ടർഫോൾസ് ഉള്ളത്. ദൂരെ കാണുന്ന പെരിയകനാൽ വാട്ടർഫോൾസ് ആണ്. മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ പെരിയകനാൽ വാട്ടർഫോൾസ് കാണാൻ എത്ര സുന്ദരമാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വണ്ടി നിർത്തുന്നുണ്ട് ഈ വെള്ളച്ചാട്ടം കാണാൻ. പാലൊഴുകി പോലെ ഒഴുകി വരുന്ന ഈ വെള്ളം നല്ല തണുത്തതാണ്. ഇതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ആരും ഒന്ന് കുതിച്ചു പോകും. നേരെ അപ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നു. പിറ്റേന്ന് പ്രഭാതമായി. സൺറൈസ് കാണാൻ വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ രാവിലെ തന്നെ എഴുന്നേറ്റു. ദൂരെ നിന്ന് മറ്റു പല ഹോട്ടൽസിന്റെയും വെട്ടം നമുക്ക് കാണാൻ പറ്റും. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. ആ ആകാശത്തിലെ ആ പലതരത്തിലുള്ള ആ വർണ്ണങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. കാറ്റ് വന്ന്, ഇളം കാറ്റ് വന്ന് ഇവിടുത്തെ ചെടികളൊക്കെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്വരം നമുക്ക് കേൾക്കാം. കൂടാതെ പക്ഷികളുടെ സ്വരം കേൾക്കാം. എല്ലാം കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഈ ഒരു വ്യൂവിന് വേണ്ടിയാണ് എല്ലാവരും ഈ സ്ഥലത്ത് വരുന്നത്. ഇത്രയ്ക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ ആണിത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. മൂന്നാർ ഗ്രാമം അങ്ങനെ പതുക്കെ പതുക്കെ ഉണർന്നു തുടങ്ങി. കിഴക്ക് ചക്രവാള സീമകൾക്കപ്പുറം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാഴ്ച എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ! ശരിക്കും ഇത് ബ്രഹ്മമുഹൂർത്തമാണ്. ഈ സമയത്താണ് നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കേണ്ടത് എന്നാണ് ആയുർവേദത്തിലൊക്കെ പറയുന്നത്. ആ റോഡ് എവിടെ നോക്കി എത്ര ഭംഗിയാണ്. അതില്
കുറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. വളരെ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ, ഹീലിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. ഇതുകൊണ്ട് ഒരു ബസ് വരുന്നുണ്ട്. ഇതിലെ ഏതോ KSRTC ബസ്സാണ്. ഇതിലെ സർവീസ് ഉണ്ട്. ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് രാവിലെ ഈ ബാൽക്കണിയിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ നിന്ന് കാണാൻ എത്ര ഭംഗിയാണ്, എത്ര ഒരു നല്ലൊരു അനുഭവമാണത്. ഞങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇരിക്കുവാണ് ഇവിടെ ഈ സൂര്യോദയം കാണാൻ വേണ്ടി. അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ടുള്ള ഒരു നടത്തത്തിന് വേണ്ടി പോയി പുറത്തോട്ട്. ഞങ്ങളുടെ നടത്തത്തിനിടയ്ക്ക് ഇവിടെ അടുത്തുള്ള പല ഹോട്ടൽസിന്റെയും ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അടുത്തടുത്തായിട്ട് ഒത്തിരി ഹോട്ടലുകളുണ്ട് ഇവിടെ. സീന വില്ലേജ്, സ്റ്റെർലിംഗ്സ്. നല്ല കോടമഞ്ഞുള്ള ഒരു പ്രഭാതമായിരുന്നു അത്. ഈ മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള രാവിലത്തെ പ്രഭാത സവാരി ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വേറിട്ട ഒരു എക്സ്പീരിയൻസ്. നല്ല വീതിയുള്ള റോഡാണിത്, അതുകൊണ്ട് നടക്കാനൊക്കെ നല്ല സൗകര്യമാണ് ഇതിൽ. പിന്നെ ബാൽക്കണിയിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോഷൂട്ട്സ് കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് മൂന്നാറിന്റെ ഭംഗി കാണാൻ വേണ്ടി വണ്ടിയെടുത്ത് യാത്ര തിരിച്ചു. വഴിയോര കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇടുക്കി ഒരു മിടുക്കി തന്നെയാണ്. മൂന്നാറ് ഒത്തിരി തവണ നേരത്തെ വന്നിട്ടുള്ളത് കാരണം ഒത്തിരി സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടി ഞങ്ങൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ നേരെ കുണ്ടള ഡാമിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് മാട്ടുപ്പെട്ടി ഡാമൊക്കെ ഞങ്ങൾ കണ്ടു. ഇവിടെ നേരത്തെ ഞങ്ങൾ വന്നിട്ടുണ്ട്, അവിടെ ഇറങ്ങിയില്ല. എഴുത്തുകളിൽ ഒത്തിരി വിൽപ്പനക്കാരെയൊക്കെ കാണാം. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂന്നാറിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു റൂട്ടാണിത്. ഒത്തിരി യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെ ഇവിടെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് കാണും. ഒത്തിരി ഭംഗിയാണ് ഇവിടെ. ഇന്നിവിടെ തിരക്ക് കുറവാണ്. ഞങ്ങൾ വേണ്ട കുണ്ടള ഡാമിലെത്തി. ഇനി കുണ്ടള ഡാമിന്റെ മനോഹരമായ കാഴ്ച വിസ്മയങ്ങൾ നമുക്ക് കാണാം. പെരിയാറിന്റെ പോഷക നദിയായ മുതലപ്പുഴ ആറിലാണ് കുണ്ടള ഡാം സ്ഥിതി ചെയ്യുന്നത്. സേതു പാർവതി ഡാം എന്നും ഈ ഡാം അറിയപ്പെടുന്നു. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. വളരെ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സും ഇവിടെ ഉണ്ട്, ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി. ഇവിടെ കുതിരസവാരിക്കായി കുതിരകളെയൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ മുഴുവൻ യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കുതിരസവാരിക്കൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ, പേടിയായിരുന്നു. ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഈ ഡാമിലുണ്ട്. കുട്ടവഞ്ചിയും പെഡൽ ബോട്ടിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ഭംഗിയായ കാരണം ഫോട്ടോ എടുത്തെടുക്കാൻ വേണ്ടി ഒത്തിരി ഫോട്ടോഗ്രാഫർമാരെ കാണാൻ പറ്റും. ഞങ്ങളിതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് ആ ഡാമിൻ്റെ അടുത്തോട്ട് ചെന്നു. അവിടെ ഒത്തിരി ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ചുറ്റും വലിയ മലകളൊക്കെ കാണാം. ഒരു കാടിന്റെ അതിർത്തിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതിർത്തിയിൽ വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളവും കാടും മലയൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ സീനറിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി
തരുന്നേ. അവൾ പഞ്ചവർണ്ണ പടവിൽ കുഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടി. അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾ വഴിയിൽ കുറെ പശുക്കളെ മേയിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. ഈ വഴിയിൽ നിന്ന് വരുമ്പോൾ ഒരു ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് സെന്റർ കാണാൻ പറ്റും. എലഫന്റ് ക്രോസ് ചെയ്യുന്ന ഒരു സോണാണിത്. വഴിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇത് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കണ്ട സൂര്യോദയമാണ്. നല്ല കോടമഞ്ഞുണ്ട് ഇവിടെ ഇപ്പം. അങ്ങനെ ഞങ്ങളുടെ മൂന്നാർ യാത്ര കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ്. പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടമോ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ